താലൂക്കിലെ പട്ടിത്തറ വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന സ്ഥലം കൂടുതലുള്ളതും സബ് ഡിവിഷൻ 1-ൽ കൂടുതലുള്ളതുമായ ഭൂ ഉടമകൾക്ക് 2026-2027 ഭൂനികുതി ഒടുക്കാൻ കഴിയുന്നില്ലെന്ന് കോട്ടപ്പാടം പാടശേഖര സമിതി ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ പരാതിപ്പെട്ടു. ഡിജിറ്റൽ സർവേയിലെ അപാകതയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. നികുതി അടയ്ക്കണമെങ്കിൽ സബ് ഡിവിഷൻ ചെയ്യണമെന്നും അതിനായി അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ തുക ഫീസ് കൊടുത്ത് വീണ്ടും സർവേക്കായി അപേക്ഷിക്കണമെന്നുമാണ് ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ അധികാരികൾ പറയുന്നത്. ഇത്തരത്തിലാണ് നടപടികൾ നീങ്ങുന്നതെങ്കിലും അടുത്ത കാലത്തൊന്നും ഇക്കൊല്ലത്തെ ഭൂനികുതി അടയ്ക്കാൻ സാധിക്കുമോ എന്ന കാര്യവും കർഷകരും നാട്ടുകാരും ആശങ്കയിലാണ്. ഡിജിറ്റൽ സർവേക്ക് വന്ന സർവേയർമാർക്ക് മുന്നിൽ ഭൂവുടമകൾ നേരിട്ട് നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന നികുതി ചീട്ട് കാണിച്ച് അവരവരുടെ അതിർത്തികൾ നിർണ്ണയിച്ചു കൊടുത്തതാണ്. എന്നാൽ ഡിജിറ്റൽ സർവേ കഴിഞ്ഞപ്പോൾ നിലവിൽ സബ് ഡിവിഷനായി അടച്ചുകൊണ്ടിരുന്ന വ്യത്യസ്ത നമ്പർ സർവേ ഉള്ള നഞ്ചപ്പറമ്പ് മുതൽ ഭൂമിയെല്ലാം കൂടി ഒരു സർവേ നമ്പറിൽ ഒറ്റ ഭൂമിയായി കാണിച്ചിരിക്കുകയാണ്. എന്നാൽ ഡിജിറ്റൽ സർവേ കഴിഞ്ഞപ്പോൾ നിലവിൽ സബ് ഡിവിഷനായി അടച്ചുകൊണ്ടിരുന്ന വ്യത്യസ്ത സർവേ നമ്പറുള്ള നഞ്ചപ്പറമ്പ് മുതലായ ഭൂമി എല്ലാം കൂടി ഒറ്റ സർവേ നമ്പറിൽ ഒറ്റ ഭൂമിയായി കാണിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പരാതിയും ഇതാണ്. മാസങ്ങൾക്ക് മുമ്പ് പുതുതായി രജിസ്റ്റർ ചെയ്ത നികുതിയും അടച്ചു പോക്കുവരവ് പോലും ചെയ്ത ഭൂമിയാകട്ടെ ഇപ്പോൾ പഴയ വ്യക്തിയുടെ പേരിലാണ് കിടക്കുന്നത്. ചുരുക്കത്തിൽ ഭൂവുടമകൾ ഭൂരഹിതരായി മാറുന്ന അവസ്ഥയാണ്. നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ പുതിയ നികുതി ഒടുക്കാൻ ചെന്നപ്പോൾ രേഖയിൽ ഭൂമിയില്ലെന്നും പരാതിയുണ്ട്. അതിനു പുറമെ ഉടമയുടെ ഭൂവിസ്തൃതിയിൽ വലിയ തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളും കാണാനുണ്ട്. ഇത്തരം പരാതികൾ പരിഹരിക്കാൻ റവന്യൂ അധികാരികൾ പറയുന്നത് അക്ഷയയിൽ പോയി രേഖകളെല്ലാം അപ്ലോഡ് ചെയ്ത് റീസർവേക്ക് അപേക്ഷിക്കാനാണ്. ഇതിനായി നല്ലൊരു തുകയും ഫീസായി കെട്ടുകയും വീണ്ടും മുമ്പ് ചെയ്ത അതേ നടപടികൾ തന്നെ ആവർത്തിക്കുകയും വേണം. 1 മാസം മുമ്പ് അക്ഷയയിൽ സബ് ഡിവിഷന് വേണ്ടി അപേക്ഷ കൊടുത്തവർക്ക് ഇതുവരെയും അധികാരികളിൽ നിന്ന് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. കാലതാമസം ഒരുപാട് നേരിടുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഭൂവുടമകളുടെ ചോദ്യത്തിന് ഡിജിറ്റൽ സർവേ ചെയ്തവർ പരിചയമില്ലാത്ത കുട്ടികളായിരുന്നുവെന്നും അവർക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നുമാണ് മറുപടി. റവന്യൂ അധികൃതർ ചെയ്ത തെറ്റിനെ പാവപ്പെട്ട സാധാരണ ജനങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും പുതിയ നികുതി രശീതി ആവശ്യമാണ്. വീട് പണിയാൻ, മറ്റു സ്ഥാപനങ്ങൾ തുടങ്ങാൻ, കുട്ടികളുടെ ഉപരിപഠനത്തിന്, കാർഷിക വായ്പ, വിദ്യാഭ്യാസ വായ്പ, പേഴ്സണൽ ലോൺ, കർഷകർക്ക് വിത്ത്, ഉഴവുകൂലി, സബ്സിഡി, മറ്റു ആനുകൂല്യങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം പുതിയ നികുതി അടച്ച രസീത് നിർബന്ധമാണ്. ഇനി മുതൽ കാർഷിക ആനുകൂല്യങ്ങൾക്ക് അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. മെയ് 30-നുള്ളിൽ എല്ലാ കർഷകരും രജിസ്റ്റർ ചെയ്യണമെന്ന് കാണിച്ച് കൃഷിഭവനിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. പുതിയ നികുതി അടയ്ക്കാതെ രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും കർഷകരെ വലയ്ക്കുന്നുണ്ട്. സ്ഥലം വിൽക്കാനും വാങ്ങാനും നികുതി രശീത് വേണം. ഇങ്ങനെ ദൈനംദിന ജീവിതത്തിൽ 100 കൂട്ടം പ്രശ്നങ്ങളാണ് നാട്ടുകാർ അനുഭവിക്കുന്നത്. ഈ പൊല്ലാപ്പിന് ഉടനടി പരിഹാരം കാണുക എന്നതും അസാധ്യമായെന്നിരിക്കെ മുൻവർഷത്തെ നികുതി രശീത് പ്രകാരം 2026-27 വർഷത്തെ നികുതി അടച്ചു തന്ന് ജനങ്ങളെ സഹായിക്കണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ MM രാമകൃഷ്ണൻ, KP സഗീർ, വാർഡ് മെമ്പർ CV ബഷീർ, KP നാസർ, P അബ്ദുൽ ജലീൽ, KP മുഹമ്മദ് അലി എന്നിവർ ആവശ്യപ്പെട്ടു.